എം.വി. ജയരാജനെതിരെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം. വിമതരെ തിരിച്ചു വിളിച്ചത് തെറ്റെന്നും ജയരാജന്റെ നടപടി പാർട്ടി അനുമതിയില്ലാതെയെന്നും വിമർശനം. അനാവശ്യ ചർച്ചകൾക്ക് ഇടയാക്കിയത് എന്തിനെന്ന് സെക്രട്ടേറിയറ്റിൽ ചോദ്യമുയർന്നു. വിവാദം ഏറ്റുപിടിച്ച M.V. ഗോവിന്ദനെതിരെയും വിമർശനമുണ്ട്. അതേസമയം തനിക്ക് വീഴ്ച പറ്റിയെന്ന് M.V. ജയരാജൻ സമ്മതിച്ചു. വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുകയാണ്. എബി, 10 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ തിരുത്തൽ നടപടികളുമായി പാർട്ടി മുന്നോട്ട് പോവുകയാണ് എന്നായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ ഇപ്പോൾ M.V. ജയരാജൻ ഒരു പ്രസ്താവന പറയുന്നു. ആ പ്രസ്താവനയ്ക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്, അല്ലേ? കഴിഞ്ഞ ദിവസത്തെ എം.വി. ജയരാജൻ നടത്തിയിട്ടുള്ള അഭിമുഖം, പ്രാദേശിക ചാനൽ നൽകിയിരുന്ന അഭിമുഖം, അതിലാണ് ഇത്തരത്തിൽ തളിപ്പറമ്പിലെയും ഒപ്പം തന്നെ പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നത്. തുടർന്ന് അത് തെറ്റായി പോയി എന്നും അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും പാർട്ടിയിൽ ഉൾപ്പെടുത്താൻ കഴിയും, പാർട്ടിയിലേക്ക് അവർക്ക് തിരിച്ചു വരാൻ കഴിയും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ആ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിനെതിരെയാണ് ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിൽ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നത്. എന്ത് കാര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രസ്താവന M.V. ജയരാജൻ നടത്തിയത് എന്നുള്ളതാണ്. കാരണം ഇതിന് പാർട്ടിയുടെ അനുമതി ഇല്ലായിരുന്നു. പാർട്ടിയുടെ അനുമതി ഇല്ലാതെയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. അത് പാർട്ടി കൂടിയാലോചിച്ച ഒരു തീരുമാനമോ നയമോ രൂപീകരിക്കാത്ത ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുകയും അത് വീണ്ടും ഒരു പൊതു ചർച്ചയിലേക്ക് ആ വിഷയത്തെ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതായിരുന്നു വിമർശനം. അത്തരം ഒരു പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ശക്തമായ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നു. ഒരാൾ പോലും M.V. ജയരാജനെ ന്യായീകരിച്ചുകൊണ്ട് വന്നില്ല എന്നതും ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനെതിരെയും ശക്തമായ ഭാഷയിൽ വിമർശനമുണ്ടായി. കാരണം ഇത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ വരുമ്പോൾ അതിന് മറുപടി പറഞ്ഞ് ആ ചർച്ചയെ വീണ്ടും സജീവമാക്കേണ്ടതിന്റെ കാര്യമില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ M.V. ഗോവിന്ദനും ഇത്തരത്തിൽ വിമർശന വിധേയനായിരുന്നു. എന്തായാലും തനിക്ക് തെറ്റുപറ്റി എന്നുള്ളതായിരുന്നു അവസാനം M.V. ജയരാജൻ ഈ ഒരു സെക്രട്ടേറിയറ്റിൽ തന്റെ തെറ്റ് ഏറ്റുപറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായി. അത് സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ തന്നെയും പാളിച്ച പറ്റി എന്നുള്ള ഒരു വിലയിരുത്തൽ പാർട്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും വിഷയം അത് പാർട്ടിയുടെ ഒരു അഭിമാന സംഭവമായി തന്നെ, അഭിമാനത്തിനേറ്റ മുറിവായി തന്നെ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ വർഗവഞ്ചകരാണ് എന്നുള്ളൊരു നയം തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി അന്ന് വ്യക്തമാക്കിയത്. അതിൽ നിന്നും ഒരടി പോലും പാർട്ടി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതായി. ശരിയാണ്.